ആരോഗ്യ വകുപ്പിന് ഒരു കപ്പിത്താനില്ലാത്ത അവസ്ഥയാണ് സാർ. കുത്തഴിഞ്ഞ അവസ്ഥയാണ്. ചികിത്സാ പിഴവുകൾ തുടർക്കഥയാവുകയാണ്. രോഗിയായി ആശുപത്രിയിൽ പോയാൽ ഡെഡ് ബോഡിയായി തിരിച്ചു വരേണ്ട സ്ഥിതിയാണ് സാർ. 9 വർഷം മുൻപ് അവിടെ ഒരു കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ 2023 അവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് സാർ. 4000 കാർഡിയോളജിക്കൽ ഇന്റർവെൻഷനാണ് സാർ അവിടെ നടന്നിട്ടുള്ളത്. UDF സർക്കാരിന്റെ കാലത്ത് 6 മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച സ്ഥാനത്താണ് ഒരു കാത്ത് ലാബ് ആരംഭിച്ച കാര്യത്തെക്കുറിച്ച് അഭിമാനത്തോടു കൂടി മന്ത്രി പറയുന്നത്. ഇനി മെഡിക്കൽ കോളേജുകളുടെ കാര്യം പറഞ്ഞാൽ സാർ, അവർ ജില്ലാ ആശുപത്രി ബോർഡ് മാറ്റിവെച്ചതേ ഉള്ളൂ. ഇനി മെഡിക്കൽ കോളേജുകളുടെ കാര്യം പറഞ്ഞാൽ സാർ, അവർ ജില്ലാ ആശുപത്രി ബോർഡ് മാറ്റിവെച്ചതേ ഉള്ളൂ. ഒരു മാറ്റവും. മെഡിക്കൽ കോളേജുകളുടെ കാര്യം പറഞ്ഞാൽ സാർ, അവർ ജില്ലാ ആശുപത്രി ബോർഡ് മാറ്റിവെച്ചതേ ഉള്ളൂ. എന്താ മന്ത്രി പറഞ്ഞത്? എന്താ ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റിവെച്ച മെഡിക്കൽ കോളേജ് ആവുക? ഒരു ആരോഗ്യമന്ത്രി ഇതുപോലെ പറയരുത്, അബദ്ധം പറയരുത് സാർ. ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം തരുമെന്ന് പറഞ്ഞ ആനമണ്ഡലത്തിലാണ്. അതല്ല ഉദ്ദേശം. സ്വന്തം ചെലവിൽ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം സർ. അത് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റിന്റെ HODമാരുൾപ്പെടെ കേരളത്തിലെ വ്യാപകമായി മെഡിക്കൽ സർവീസിലെ ഡോക്ടർമാരുൾപ്പെടെ പരാതി പറഞ്ഞിരിക്കുന്ന ഗുരുതരമായൊരു വിഷയമാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കേണ്ട പഞ്ഞി വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു സർ? ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ 10 കൊല്ലം മുമ്പ് UDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്കാണ്. ഒരു 25 കൊല്ലോ അല്ലെങ്കിൽ EMS സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറ, അന്ന് എക്സ്റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത്? 10 കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടുത്തെ ചോദ്യം? ഇവിടുത്തെ ചോദ്യം എന്താ? ഇവിടുത്തെ ചോദ്യം ആശുപത്രിയിൽ ചെല്ലുന്ന ആളുകൾ സ്വന്തം ചെലവിൽ സാധനങ്ങൾ സ്വന്തം ചെലവിൽ നൂലും സൂചിയും സർജിക്കൽ എക്യുപ്മെന്റ്സും വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകുന്നത്. ഇവൻ നമ്മൾ നാളെടുത്തോണേട്ടാ ഇവനെ കൊന്നാല. ഈ മെഡിക്കൽ കോളേജിനെയും സർക്കാർ സ്ഥാപനങ്ങളെയും ഇതുപോലെയാക്കി സ്വകാര്യ മേഖലയ്ക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണോ ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നത്? എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. എന്നെ തൊഴിൽ പോയില്ലേ?